ശ്രീ ആർ എസ് ഡിക്രൂസ്, ഇവിടെ ഇപ്പം എയർ ഇന്ത്യയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ പോയി നോക്കിയാൽ അവർക്കെതിരെ വലിയ സൈബർ ബുള്ളിങ് അവിടെ നടക്കുന്നുണ്ട്. സൈബർ ബുള്ളി ചെയ്യുന്നവരെ ചിലപ്പം നമുക്ക് കുറ്റം പറയാൻ കഴിയും. കാരണം നമുക്ക് ഓരോരുത്തർ ഇപ്പം എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും ഒക്കെ ഈ വിമാനം വല്ലാതെ ലേറ്റ് ആവുന്ന അനുഭവമൊക്കെയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ആ പ്രശ്നമുള്ളത്. പക്ഷേ അവിടെ ഒക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിമാനം ലേറ്റ് ആവുന്നത് ഏതെങ്കിലും തരത്തിൽ ടെക്നിക്കൽ സ്റ്റാഗ് കണ്ടെത്തിയാൽ അത് 100% പരിഹരിച്ച് അതിൽ ഓൺബോർഡ് യാത്ര ചെയ്യുന്ന യാത്രക്കാരന്റെ ജീവൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന 101% ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ വിമാനം എത്ര ലേറ്റായും ആ വിമാനം എടുക്കൂ. അതൊക്കെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ചെയ്യുന്നതുമാണ്. അതിനകത്ത് യാതൊരു തരത്തിൽ ഏതെങ്കിലും വിട്ടുവീഴ്ച എയർ ഇന്ത്യ എന്നല്ല ഒരു എയർലൈൻ കമ്പനി കാണിക്കുകയുമില്ല. അങ്ങനെ പലയാവർത്തി അങ്ങനെ പല സെക്യൂരിറ്റി ചെക്കുകൾ കൂടിയും പല ക്രമീകരണങ്ങൾ കൂടിയും പല രീതിയിലുള്ള ഗേറ്റ് വേ കൂടി കടന്നു വരുന്ന ഒരു വിമാനം ടേക്ക് ഓഫിന്റെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് പറയുന്നത് കുറച്ച് അൺബിലീവബിൾ കൂടിയാണ്. ശ്രീ ഡിക്രൂസ, ആക്സിഡന്റ് ക്യാൻ ഹാപ്പൻ എനി ടൈം. ഇത് ഇപ്പൊ എയർ ഇന്ത്യ വിമാനം തന്നെ ആകണം എന്നില്ല. എയർ ഇന്ത്യ മറ്റ് എയർലൈൻസിനും വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പം നേരത്തെ സംസാരിച്ച ഹഡ്സൺ റിവറിൽ ഒരു വിമാനം അപകടത്തിലുണ്ടായത് അത് എയർ ഇന്ത്യ ആയിരുന്നില്ലല്ലോ, അത് അമേരിക്കൻ എയർലൈൻസിന്റെ ഒരു വിമാനമല്ലേ. അപ്പോൾ എയർ ഇന്ത്യനെ അങ്ങനെ സൈബർ ബുള്ളി ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും എല്ലാ വിമാന കമ്പനികളും അതിൻ്റെ എല്ലാ സേഫ്റ്റി ചെക്കുകളും കംപ്ലീറ്റായി ചെയ്തതിന് ശേഷം മാത്രമേ ഒരു വിമാനം പറത്താൻ പോകുന്നുള്ളൂ. പൈലറ്റ് വിമാനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് പരിപൂർണമായിട്ടും പൈലറ്റിന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമല്ലേ ആ വിമാനം പൈലറ്റ് പറത്തുകയുള്ളൂ. അപ്പോൾ വെറുതെ ഇങ്ങനെ മറ്റുള്ളവരെ പൈലറ്റിനെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ എയർ ഇന്ത്യ എന്നുള്ള കമ്പനിയെ കുറ്റം പറയുന്നതിൽ കാരണമല്ല, അതിൽ മറ്റു കാരണങ്ങൾ കാണും അങ്ങനെ കുറ്റം പറയുന്നതിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയെ സംബന്ധിച്ച് ഈ വിമാനാപകടം നമുക്ക് ഇന്ത്യയിൽ നടന്നിട്ടുള്ളതിൽ ഏറ്റവും രണ്ടാമത്തെ വലിയ അപകടമാണല്ലോ. ഇതിനു മുമ്പുണ്ടായ ഏറ്റവും വലിയ അപകടം ചക്രിദാദ്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് ന്യൂഡൽഹിയിൽ 2 വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായതാണ്. സൗദി എയർലൈൻസിന്റെ ബോയിങ് 747 വിമാനവും കസാക്കിസ്ഥാൻ എയർലൈൻസിന്റെ ഇല്യൂഷൻ 76ഉം. അതിൽ 349 പേരാണ് മരിച്ചത്. അത് വിമാനത്തിന്റെ എഞ്ചിന്റെ തകരാറിനും കൊണ്ട് ഉണ്ടായതല്ല. അത് വിമാനത്തിന്റെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ കൊടുത്ത നിർദ്ദേശം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാതെ കൊണ്ടുണ്ടായ ഒരു അപകടമാണ്. അപ്പോൾ അപകടം ഏത് രീതിയിലും ഉണ്ടാകാം. പിന്നെ മറ്റ് അപകടങ്ങൾ ഈ അഹമ്മദാബാദിൽ തന്നെ 1988 ബോംബെയിൽ നിന്നും വന്ന വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അപകടം ഉണ്ടായിട്ടുണ്ട്. 130 പേരോളം അന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഔറംഗാബാദിൽ ഒരു ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഇതേപോലെ ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് റൺവേയുടെ അറ്റത്തുണ്ടായിട്ടുള്ള ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡിൽ കൂടെ ഒരു ട്രക്ക് പോകുന്നു. ആ ട്രക്കിലിടിച്ചിട്ട് അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്നും ഏകദേശം 55 പേരോളമാണ് മരിച്ചത് 1993. പിന്നെ നമുക്ക് അറിയാം, കോഴിക്കോട് മാംഗ്ലൂരിലും ടേബിൾ ടോപ്പ് റൺവേ ആയതുകൊണ്ടാണ് അപകടം ഉണ്ടായത്. അപ്പോൾ അപകടത്തിൻ്റെ മാംഗ്ലൂരിലും കോഴിക്കോടിൽ അപകടം ഉണ്ടായ സമയത്ത് ഭയങ്കരമായ മഴയായിരുന്നു. അപ്പോൾ കാലാവസ്ഥ, വെതറിന്റെ ഒരു പ്രധാന കാരണം വെതറായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് ഒരു കാലാവസ്ഥ ഇതൊരു ഘടകമായിരുന്നു. അന്ന് നേരത്തെ പറഞ്ഞ അഹമ്മദാബാദിൽ 135 പേരുടെ മരണത്തിന് കാരണമായ അപകടത്തിലൊക്കെ കാലാവസ്ഥ ഒരു കാരണമായിരുന്നു. ഇവിടെ കാലാവസ്ഥ ഒരു കാരണമാവുന്നില്ലെന്ന് മാത്രമല്ല, പൊതുവെ ഫെയർ കാലാവസ്ഥയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൂട് കൂടുതലുള്ള കാര്യം പ്രസന്നകുമാർ പറയുമ്പോഴും